ഹായ് ഗൈസ്, ഇന്നിപ്പോൾ ശനിയാഴ്ചയാണല്ലോ, സ്കൂൾ അവധിയാണ്. എനിക്ക് വർക്കില്ല, കുട്ടികൾക്ക് സ്കൂളില്ല. അപ്പോൾ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടനാണ് എന്നും നനയ്ക്കാൻ പോവാറ് മോർണിംഗിൽ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ലീവായതുകൊണ്ട് ഞാനും കൂടി കൂടാമെന്ന് വിചാരിച്ചു. ഞാനും ചേട്ടനും കൂടെ ഒരുമിച്ചാണ് പോയത്. അതുപോലെ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കുട്ടികളും ഞങ്ങൾ ഒരുമിച്ചാണ് ഈവനിങ് ടൈമിലൊക്കെ പോവാറ്. ഇപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് കുട്ടികളെ വിളിക്കാനായിട്ട് നിന്നില്ല, ഞാനും ചേട്ടനായിട്ട് പോയി. അങ്ങനെ 6 മണിക്കാണ് എഴുന്നേറ്റിട്ടുള്ളത്. പക്ഷെ നോക്കുമ്പം നല്ല ഇരുട്ടായിരുന്നു, നേരം വെളുത്തിട്ടില്ല. അപ്പോൾ എണീറ്റ ഉടനെ ഡോറ് തുറന്ന ഉടനെ നമുക്ക് കാണുന്ന ഒരു അതിഥി ഉണ്ട്, നമ്മുടെ ചാർലിക്കുട്ടിയാണ്. അപ്പോൾ ചാർലിക്ക് കണ്ട ഉടനെയുള്ള ആ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാം. ഓക്കെ, പിന്നൊരു കാര്യമാണ്, വീടിൻ്റെ മെയിൻ വാർപ്പ് എന്നാണെന്നുള്ളത്. അത് നമ്മൾ ഡേറ്റ് കറക്റ്റ് അറിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണെന്ന് ഞങ്ങളുടെ തെറ്റിദ്ധാരണയിലുണ്ടായിരുന്നു, അത് കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ സൺസൈഡ് വാർപ്പ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ മെയിൻ വാർപ്പ് അവർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറിയിച്ചു കഴിഞ്ഞാൽ മെയിൻ വാർപ്പിൻ്റെ ദിവസം അതുപോലെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഏകദേശം നമ്മുടെ ക്വാർട്ടേഴ്സ് എത്താറായിട്ടുണ്ട്. അപ്പം അതിനിടയിൽ കാണുന്ന കാഴ്ചകളാണ്. ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡായിട്ടൊരു ഫ്ലാറ്റൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ താമസമൊന്നും ആയിട്ടില്ല, ജസ്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ ക്വാർട്ടേഴ്സ് എത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാർലി ഇതേ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കണ്ടതുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ. അതിന് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം എന്നാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കണ്ട ഉടനെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണത്. ആ ഒരു പ്രകടനം നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ സൈലൻ്റാണ്, പിന്നെ അത്രയ്ക്കാണ്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീല്, ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പ്രകടനം, അത് നമുക്ക് ശരിക്കും കാണാനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റ് ആ സ്നേഹം പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു പരാക്രമമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയും സ്നേഹമാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ നിറച്ച് മരങ്ങളാണ്. ക്വാർട്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ നിറച്ച് മരങ്ങളാണ്. നമ്മൾ ഡെയിലി അടിച്ചാൽ തന്നെ മുറ്റം ഡെയിലി ക്ലീൻ ചെയ്താലും ചപ്പുചവറുകൾ വീണുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മുറ്റം കണ്ടതിന് അറിയാൻ പറ്റും, നിറച്ച് ചവറുകൾ. അപ്പോൾ നമ്മൾ അടിക്കാനിട്ടല്ല, അപ്പുറത്തെ ക്വാർട്ടേഴ്സിലൊന്നും ആൾ താമസമില്ല. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ അപ്പുറത്തെ ക്വാർട്ടേഴ്സിലും അതുപോലെ ഇപ്പുറത്തെ ക്വാർട്ടേഴ്സിലും ആൾ താമസമില്ല. നമ്മുടെ മുറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെ വൃത്തികേടെന്ന് വിചാരിക്കും കാണുന്നവർക്ക്. പക്ഷേ നല്ല മരങ്ങളാണ്, കുറേ മരങ്ങളുള്ളത് കൊണ്ട് തന്നെ ചപ്പുചവറുകൾ നമുക്ക് എത്ര അടിച്ചു കഴിഞ്ഞാലും, രാവിലെ പഠിച്ചിട്ടാലും ഉച്ചയാകുമ്പോഴത്തേക്കും അവിടെ നിറഞ്ഞിട്ടുണ്ടാവും, അത്രയ്ക്ക് അധികമാണ്.
അപ്പം അപ്പോൾ ചാർലിയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അതുപോലെ ഇതേ ചാർലിക്ക് ഞാൻ വന്നതും കുഴലപ്പത്തിൻ്റെ കുറച്ച് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിപ്സ് കൊടുത്തിട്ട് ആൾക്ക് ഇഷ്ടമാവണില്ല. 2-3 ടൈംസ് ഞാനിങ്ങനെ കയ്യിലിങ്ങനെ വായിലൊക്കെ വെച്ച് കൊടുത്തു, പക്ഷെ അത് കഴിക്കണില്ല. അതിന് ഇഷ്ടമായത് കുഴലപ്പാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് കഴിക്കും. അതുപോലെ ബിസ്ക്കറ്റ് ഇഷ്ടമാണ്, ടൈഗർ ബിസ്ക്കറ്റ്, പാർലേജി ബിസ്ക്കറ്റ്, അങ്ങനെ. അതുപോലെ മിക്സർ നന്നായിട്ട് കഴിക്കും കേട്ടോ. അത് മിക്സർ ഭയങ്കര ഇഷ്ടമാണ് അതിന്. അപ്പം അതിനിഷ്ടപ്പെട്ട അങ്ങനെ കുറേ ഫുഡുകളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളങ്ങനെ ട്രൈ ചെയ്തു. അതുപോലെ നമ്മൾ കടയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇഷ്ടങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ വാങ്ങിക്കുക. കാലത്ത് തന്നെ നമ്മൾ ചായക്ക് കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അതിനുള്ളതും കൂടി നമ്മൾ കരുതും. ഓക്കെ. അപ്പോൾ അതേ നമ്മുടെ ക്വാർട്ടേഴ്സിൽ കാണുന്ന മരങ്ങളാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നിറച്ച് മരങ്ങളാണ്. അപ്പോൾ അതിലൊക്കെ ഇലകൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ വീഴുന്നു പറഞ്ഞിട്ട് കേട്ടോ. ആ ഇലകൾ അതാണ് വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് നമ്മുടെ മുറ്റങ്ങളൊക്കെ നിറയും. എല്ലാ ഭാഗത്തും അങ്ങനെയാണ്. ആ ക്വാർട്ടേഴ്സിലേക്ക് വരുന്ന റോട്ടിലൊക്കെ അതുപോലെ ചപ്പ് ചവറുകൾ തന്നെയാണ്. അപ്പം എന്തേ കാണുന്നത് പ്ലാവാണ്. പ്ലാവിൽ കാണുന്ന നിറച്ച് ചക്കയുണ്ട് കേട്ടോ. നിറച്ച് ചക്ക ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ വർഷവും ഇതുപോലെ നിറച്ച് കാണാറുണ്ട്. ചക്കയൊക്കെ നിറച്ചാവാറുണ്ട്. വിഷു ആകുമ്പോഴത്തേക്കൊക്കെ നല്ലോണം നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതേ കാലത്ത് വന്നപ്പോൾ വിചാരിച്ചു കുട്ടികൾ എഴുന്നേറ്റിട്ടുണ്ട്, അപ്പോൾ അവർ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. അച്ഛനും മക്കളൊക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തു. ആ കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഫോട്ടോയും ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അതുകൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ.